ഓ ദൈവമേ, സമയം ഒരുപാടായെന്ന് തോന്നുന്നു. ബോഡി മുഴുവൻ വേദന. എൻ്റെ കഴുത്തെന്താ ഇത്ര വേദനിക്കുന്നേ? എൻ്റെ കഴുത്ത് മുറിഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ ചുണ്ട്, ഇതെന്താ എൻ്റെ ചുണ്ട് ഇങ്ങനെ? എല്ലാം ചെയ്ത് വെച്ചിട്ട് കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? എടാ അലക്സേ! അയ്യോ എൻ്റെ അമ്മേ! ഓ എന്താടാ? ഓ എന്താണെന്നല്ലേ? നീ എന്തേ കാണിച്ചു വെച്ചിരിക്കുന്ന എൻ്റെ കഴുത്തും ചുണ്ടും ഒക്കെ? ഓ ഇതാണ് ഇത്ര വലിയ കാര്യം? മനുഷ്യൻ തന്നെ പേടിച്ചു പോയല്ലോ. ഇതൊക്കെ എൻ്റെ സ്നേഹത്തിൻ്റെ സിമ്പലുകളല്ലേ? ഇതോ ഈ കടിച്ചുകറി വെച്ചിരിക്കുന്നോ? ഇതാണോ നിൻ്റെ സ്നേഹത്തിൻ്റെ സിമ്പല്? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് പാടുപെടും. ഓ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഒരു റൗണ്ടും കൂടെ പോയാലോ? ഇനിയോ? ഇത് അലക്സ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ കേട്ടല്ലോ. ഞാൻ കുളിക്കാൻ പോവാ. പാവം പേടിച്ചോടി. വെള്ളം വീണിട്ട് എന്താ പെയിൻ ശരീരത്തിനല്ല, മുള്ളൊന്ന് തറയ്ക്കുന്ന പോലുണ്ട്. ഓ എൻ്റെ ദൈവമേ, ആറ്റുനോറ്റൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടിയിട്ട് അതിങ്ങനെ ആയല്ലോ. മനുഷ്യനെ കൊണ്ട് ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കത്തില്ല. നീ ഇവിടെ നിൽക്കുകയാണോ? ഞാൻ റൂം മുഴുവൻ തപ്പി. നീ എന്താ കുളിച്ച് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കാതെ ഇങ്ങോട്ടേക്ക് പോകുന്നത്? പിന്നെ ആരെ പറ്റിയാ ഇത്ര കാര്യമായിട്ട് സംസാരിക്കുന്നത്? എന്നെ പറ്റിയാ? പിന്നെ നിന്നെപ്പറ്റി അല്ലാത്ത പിന്നെ ഞാൻ ആരെപ്പറ്റി സംസാരിക്കാനാ? ആദ്യമായിട്ടൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടിയിട്ട് ആ ബോയ് ഫ്രണ്ടാണെങ്കിൽ എന്നെ ഷർട്ട് ഇടാൻ പോലും സമ്മതിക്കത്തില്ല. അത് പിന്നെ എൻ്റെ സ്നേഹം കൊണ്ടല്ലേ. എന്താ ഞാൻ സ്നേഹിക്കണ്ടേ? സ്നേഹിച്ചോ. സ്നേഹിക്കരുതെന്ന് ഇവിടെ ആരും പറയുന്നില്ല. പക്ഷെ ഇന്നലത്തെ പോലെ സ്നേഹം ഇനി വേണ്ട കേട്ടാ. അതിനെന്താ? ഇന്നലെ അതിനെന്താ സംഭവിച്ചേ? എന്താ സംഭവിച്ചെന്നാ? നീ എന്താ എല്ലാം മറന്നുപോയാ? അതിനെക്കുറിച്ച് ഓർക്കാതിരിക്കുന്നേ നല്ലത്. അവിടുന്ന് നീ എന്നെ ഇങ്ങനെ എൻ്റെ കഴിവിനെ കുറിച്ച് പൊക്കാതെ, എനിക്ക് നാണം വരുന്നുണ്ട് കേട്ടാ. ആരോ വന്നെന്ന് തോന്നുന്നു, ഞാൻ പോയി നോക്കിയിട്ട് വരാം. പപ്പയും മമ്മിയോ? ഇതെന്താ നിങ്ങളൊരു മുന്നറിയിപ്പും കൂടാതെ? എൻ്റെ പൊന്നു മോനെ, നിന്നെ കാണാൻ എന്തിനാ മമ്മിക്ക് മുന്നറിയിപ്പ്? പിന്നെ നിന്നെ കാണാൻ മാത്രമല്ല ഞാൻ വന്നിരിക്കുന്നത്. എവിടെ എൻ്റെ കൊച്ച്? അത് മമ്മി, അവൻ നിങ്ങളെ കണ്ടുകൊണ്ട് ഷർട്ട് ഇടാൻ പോയതാ. അവനിപ്പോൾ വരും. ദേ വന്നല്ലോ. ഹായ് ആൻറ്റി. ഹായ് മോനെ. എടാ, നീ പറഞ്ഞതിനെക്കാട്ടി സുന്ദരനാണല്ലോ കൊച്ച്. ഇവിടെ ഒരാളും കൂടെ ഉണ്ടേ, എല്ലാവരും എന്നെയും കൂടെ ഒന്ന് മൈൻഡ് ചെയ്യാം. ഹായ് അങ്കിൾ. ഞാൻ പെട്ടെന്ന് അങ്കിളിനെ കണ്ടില്ല, ആൻറ്റിയെ മാത്രം കണ്ടുള്ളൂ. അതൊന്നും കുഴപ്പമില്ല മോനെ, അങ്കിള് ചുമ്മാ പറഞ്ഞതാ. എനിക്കതല്ല സംശയം, ഈ തങ്കക്കുടം പോലുള്ള കൊച്ച് ഇവനെ എന്ത് കണ്ടോണ്ടാണോ ഇഷ്ടപ്പെട്ടെ, അതാ. മമ്മി വന്നുടനെ എനിക്കിട്ട് താങ്ങല്ലേ. എനിക്ക് എന്തിൻ്റെ കുറവാ? എനിക്ക് എന്താ കുറവെന്താ? അതിന് നിനക്ക് എന്താ ഉള്ളത്? മമ്മി, എനിക്കെന്താ ഒരു കുറവ്? എനിക്കുള്ളതല്ല അവനറിയാം കേട്ടല്ലോ. നിനക്ക് എന്തുണ്ടെന്ന്? നീ ആ തന്തയുടെ മോനല്ലേ, അപ്പോൾ നിനക്ക് ഉള്ളതെല്ലാം എന്താണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് കൊള്ളാം. ഇപ്പം അമ്മയും മോനും കൂടെ മാറി ഇപ്പം രണ്ടും കൂടെ എൻ്റെ മുതുകത്തേക്കായോ? പിന്നല്ലാതെ നിങ്ങൾക്ക് പൈസയുടെ വിവരമുണ്ടോ? നിങ്ങളുടെ ബോധവും വിവരമല്ലേ ഇവനും കിട്ടത്തുള്ളൂ. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ദൈവമേ, ഇവരെന്താ ഇങ്ങനെ? ഇനി ഞാൻ കാണുന്നതിൻ്റെ കേൾക്കുന്നതിൻ്റെ കുഴപ്പമാണോ? ഈശ്വരാ. മോനെന്താ ഇങ്ങനെ നിൽക്കുന്നേ? എന്താ ആലോചിക്കുന്നേ? ഇതൊക്കെ കണ്ടിട്ടാണോ? ഇതൊക്കെ ഇവിടെ പതിവാ. മോനൊന്നും കണ്ട് പേടിക്കണ്ട. അത് ശരിയാ. ഇതൊക്കെ മോൻ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലങ്ങ് എടുത്താൽ മതി. കുടുംബജീവിതമാകുമ്പോൾ ഇങ്ങനെയൊക്കെയാ. അത് മോൻ വഴിയെ മനസ്സിലാക്കിക്കോളൂ. പിന്നെ ഹോബി, നമുക്ക് ഇവരുടെ കല്യാണം നടത്തണ്ടേ ഇന്ന്? ഇന്നാ കല്യാണോ?
ഞാൻ സംശയിച്ചത് ശരിയാണെന്ന് തോന്നുന്നു. ഇവർക്ക് എന്തോ തകരാറുണ്ട്. ഇപ്പോഴല്ലേ മനസ്സിലായി MD സാർ എന്താ അങ്ങനെ ആയെന്ന്. പഠിച്ചതല്ലേ പാടൂ. ഈശ്വരാ. ഓ നിങ്ങൾ എന്താ മനുഷ്യ പറയുന്നത്? ഇന്നോ? ഓ ഭാഗ്യം, ഒരാൾക്കെങ്കിലും കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടല്ലോ. അതെങ്ങനെയാ ഇന്ന്? നമ്മളതിനും ആൾക്കാരെയൊന്നും വിളിച്ചില്ലല്ലോ. അവരെയൊക്കെ വിളിക്കാതെ എങ്ങനെ നടത്തും ഇന്ന്? ഏ ദൈവമേ, ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്ത്. ഓ നീ ഒരു മണ്ടി തന്നെ. അതിനല്ലേ നമ്മുടെ കയ്യിൽ ഫോൺ. നമുക്കെല്ലാവരെയും ഫോൺ വിളിച്ച് പറയാന്നേ. അപ്പോൾ പ്രശ്നം തീർന്നില്ലേ? അയ്യോ, ഞാൻ അത് മറന്നു. ഗുഡ് ഐഡിയ. 100% കൺഫേം. കുടുംബത്തോടെ വട്ടായിരുന്നല്ലേ. എന്താ മോനെ ആലോചിക്കുന്നേ? മോന് സമ്മതമല്ലേ? അത് എനിക്ക് സമ്മതം. ഓ പപ്പ, ഇന്നെങ്ങനെ നടത്താനാ? ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞു. നമ്മളവിടെ ഒരുങ്ങിക്കട്ടി ചെല്ലുമ്പോൾ രജിസ്റ്റർ ഓഫീസ് അടയ്ക്കും. പിന്നെ എങ്ങനാ? അത് ശരിയാ. അത് ഞാൻ ഓർത്തില്ല. അന്നെങ്കിൽ നമുക്ക് ആ രജിസ്ട്രാറേയും രജിസ്റ്റർ ഓഫീസും വിലക്കങ്ങ് വാങ്ങിയാലോ? അപ്പോൾ പ്രശ്നം തീർന്നില്ലേ? എൻ്റെ പപ്പ, അത് നടക്കില്ല. അത് ഗവൺമെൻറ്റാ. അതൊന്നും നമുക്ക് വിലക്കൊന്നും വാങ്ങാൻ പറ്റില്ല. ഓ അത് ഗവൺമെൻറ് ആയിരുന്നോ? പിന്നെ എന്ത് ചെയ്യും? എന്നാൽ നമുക്ക് കല്യാണം നാളെ നടത്തിയാലോ? നിനക്ക് ഓക്കെ ആണോ? ഞാൻ ഓക്കെയാ. അപ്പോൾ മോനോ? എന്താ മോൻ നാളെ കല്യാണത്തിന് ഓക്കെ ആണോ എന്ന്? ഓക്കെ ആണെങ്കിൽ. ഹലോ അലൻ. ഹലോ എടാ, നീ ഇത് എവിടെ ആയിരുന്നടാ? നിന്നെ എന്തൊരു അന്വേഷിച്ചെന്നറിയാവോ? കോളഞ്ഞിട്ട് ടെൻഷൻ അടിച്ച് നടന്നപ്പോഴാണ് പിന്നെ MD സാർ പറഞ്ഞേ നീ അവൻ്റെ അടുത്തേക്ക് പോയെന്ന്. നിനക്കൊന്ന് പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ എന്തായിരുന്നു പ്രശ്നം? സോറിടാ, എനിക്ക് അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ അവനെ എങ്ങനെയെങ്കിലും കണ്ട് അവനോട് മാപ്പ് പറയണമെന്നേ ഉള്ളായിരുന്നു. അതാ, സോറി. പിന്നെ ഞാൻ ഒരു കാര്യം പറയാനാ നിന്നെ വിളിച്ചേ. നാളെ ഞങ്ങളുടെ കല്യാണമാണ്. നാളെയാ കല്യാണോ? അതും ഇത്ര പെട്ടെന്ന്? ആടാ, അതിനെപ്പറ്റിയൊന്നും പറയാതിരിക്കുന്ന ഭേദം. ഞാൻ നിന്നോട് പിന്നെ പറയാം എല്ലാം വിശദമായിട്ട്. അപ്പോൾ നീ നാളെ വരണം ഞങ്ങളുടെ കല്യാണത്തിന്. വരാടാ. അങ്ങനെ നിൻ്റെ മാവും പൂത്ത്. ഇനി എൻ്റെ മാവ് എന്നാണോ ഒന്ന് പൂക്കുന്നേ? എടാ, നീ ഇത് അവളോട് ഇതുവരെ തുറന്നു പറഞ്ഞില്ലേ? നിനക്ക് അവളോട് പോയി തുറന്നു പറഞ്ഞാലെന്താ? ഓ നീ പറയുന്ന കേട്ട എനിക്ക് ആഗ്രഹമില്ലായിട്ടാണെന്ന്. ഞാൻ എത്ര വട്ടം അവളോട് പറയാൻ പോയതാ. ഞാൻ പറയാൻ ചെല്ലുമ്പോഴെല്ലാം അവൾ ചെരുപ്പ് നോക്കി കാണിക്കും. ഒരു വട്ടം ഞാൻ രണ്ടും കൽപ്പിച്ച് പറയാനായിട്ട് ചെന്നപ്പോൾ അവൾ എൻ്റെ മുഖത്ത് ചെരുപ്പ് വലിച്ചെറിഞ്ഞ്. എറിയിൽ എൻ്റെ കൃഷ്ണമണി തെറിച്ച് പോകുമെന്ന് ഞാൻ വിചാരിച്ചേ. അതിൻ്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. നിനക്കറിയാവോ? അതിന് ഞാൻ അവളെ കുറ്റം പറയില്ല. നീ കാണുന്ന പെമ്പിള്ളാരുടെ അടുത്തെല്ലാം ഫ്ലേർട്ട് ചെയ്ത് നടക്കുന്നുണ്ടല്ലേ അവൾ നിന്നെ അടുപ്പിക്കാത്ത. നീ ഒരു കാര്യം ചെയ്യ്. നിൻ്റെ ഈ പെമ്പിള്ളാരോട് ഫ്ലേർട്ടിങ് എല്ലാം നിർത്തി അവളോട് സത്യസന്ധമായിട്ട് ചെന്ന് പറ ഇഷ്ടമാണെന്ന്. നീ ഒന്ന് പരിശ്രമിക്കേ. നമ്മൾ ഒരു കാര്യം ആദ്യമായി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകം തന്നെ എതിർത്താലും നമുക്കത് നേടിയെടുക്കാൻ പറ്റുമെന്നല്ലേ പൗലോ കൊയിലോ പറഞ്ഞിരിക്കുന്നത്. അപ്പം നീ ഒന്ന് ട്രൈ ചെയ്യടാ. ട്രൈ ചെയ്തേ അവളുടെ പുറകെ നടന്ന് എൻ്റെ 12 ചെരുപ്പാണ് തേഞ്ഞത്. അറിയാവോ നിനക്ക്? അപ്പോൾ നിനക്ക് ചെരുപ്പാണോ വലുത് അതോ അവളാണോ വലുത്? അത് അവളാ വലുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ ട്രൈ ചെയ്തേ പറ്റൂ കേട്ടാ. അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടെ ട്രൈ ചെയ്യാം അല്ലേ? എന്നാൽ നീ വെച്ചോ, ഞാൻ ഒന്നും കൂടെ പോയി ട്രൈ ചെയ്തിട്ട് വരാം. ഓക്കെ, ബായടാ. അവളെ കാണുന്നില്ലല്ലോ. എന്തായാലും താൻ കുറേ നേരം ആണല്ലോ എന്നെ ഇവിടെ പിടിച്ച് നിർത്തിയിട്ട്. എന്താ തനിക്ക് പറയാനുള്ളത്? താൻ പറഞ്ഞ എനിക്ക് പോകണം. അത് ഞാൻ പറയാം. 1 മിനിറ്റും കൂടെ ഒന്ന് വന്നോട്ടെ. വന്ന്
ആ ലിസ, താനൊരു കാര്യം കേൾക്കണം. തന്നെ പോലുള്ളവരും എൻ്റെ പുറകെ നടക്കുന്നുണ്ടാ നല്ല പെൺകുട്ടികളൊന്നും എന്നെ നോക്കാത്തെ. പ്ലീസ് ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ നിങ്ങൾക്കൊക്കെ. നിങ്ങൾ കാരണം എനിക്ക് ഇത്ര പേരുദോഷം കേൾക്കുന്നത്. ഇവനെന്താ വട്ടാണ്? ഇവൻ്റെ പുറകെ ഞാനിപ്പോൾ നടന്നെന്ന്. നോക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നേ, പ്ലീസ് ലിസൺ. എന്നെ ഒന്ന് വെറുതെ വിട്. ഞാൻ മാത്രമാണ് ഇവിടെ സുന്ദരനായിട്ടുള്ളത്. വേറെ എത്ര പേരുണ്ട്? അവരെയൊക്കെ തേടി നിങ്ങൾ പോ. എന്നെ ഒന്ന് വെറുതെ വിട് കേടാ, പ്ലീസ്. ഇവനെന്ത് തേങ്ങ പറയുന്നേ? ഓ കേട്ട് ഭാഗ്യം പോയി. എടോ അല്ലനെ, താൻ എന്ത് തേങ്ങയൊക്കെയാടോ ഈ പറയുന്നത്? തനിക്കെന്ത് വട്ടാണോ? മനുഷ്യനോട് പിടിച്ചു നിർത്തിയിട്ട് ഒരുമാതിരി ഷോ ഇറങ്ങുന്ന. തനിക്ക് വട്ടാണെങ്കിൽ വല്ല ഊളംപാറയിൽ കിടക്കണോ മെൻ്റലേ? ഹോ ശരി, ഞാൻ പൊക്കോളാം. താൻ ചെല്ലിപ്പോൾ. കുറച്ച് നാറിയെങ്കിലും എന്താ, ഏറ്റിട്ടുണ്ട്. ഇനി ഞാൻ അതീ പിടിച്ച് കയറും. കണ്ടോ? ആരെപ്പറ്റിയാ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നത്? എന്നെപ്പറ്റിയാണോ? ഓ, ആലോചിച്ചിരിക്കാൻ പറ്റിയ മുതൽ തന്നെപ്പറ്റി എൻ്റെ പട്ടി ആലോചിക്കണോ? ഓ, പട്ടി ആലോചിക്കണമെന്നില്ല, ഈ പൂച്ചയ്ക്കും ആലോചിക്കാം. ഓ, തനിക്കിപ്പോൾ എന്താ വേണ്ടത്? അത് ഞാൻ അകത്തോട്ട് വന്നോട്ടെ? ഇതെന്താ ഒരു ചോദ്യവും പറച്ചിലൊക്കെ? താനെപ്പോഴും എന്നോട് അനുവാദം ചോദിച്ചിട്ടാണോ ഇങ്ങോട്ട് ഇടിച്ചു കയറി വരാറുള്ളത്? പിന്നെ എന്തിനൊരു ചോദ്യം? അതല്ല, ഞാൻ പിന്നെ ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. കാര്യമോ? എന്ത് കാര്യം? എനിക്കൊന്നും കേൾക്കണ്ട തൻ്റെ കാര്യമൊന്നും. താൻ ഇവിടുന്ന് പോകാൻ നോക്ക്. എനിക്ക് പണിയുണ്ട് ഇവിടെ. ഇല്ല, ഞാൻ ഇവിടുന്ന് പോവില്ല. കാര്യം പറയാതെ ഞാൻ എങ്ങോട്ടും പോണില്ല. ഓ, ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എന്താ തനിക്ക് പറയാനുള്ളത്? വേഗം പറഞ്ഞിട്ട് പോകാൻ നോക്ക്. അത് എനിക്ക് തന്നെ ഇഷ്ടമാണ്. അയ്യോ, എറിയരുത്. എന്തെറിയരുതെന്ന്? ഓ, എറിഞ്ഞില്ലായിരുന്ന, വെറുതെ പേടിച്ച്. അതൊന്നുമില്ല, ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞേ. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഒത്തിരി നാളായി. താനോടിത് പറയാൻ ഞാൻ പലവട്ടം ശ്രമിച്ചതാ. അപ്പോഴേക്ക് തന്നെ അടുപ്പിക്കത്ത് പോലും ഇല്ലായിരുന്നു. അതാ ഞാൻ പറയാൻ. എന്നാൽ പറഞ്ഞു കഴിഞ്ഞില്ലേ തനിക്ക് പറയാനുള്ളതല്ല? എന്നാൽ താൻ ചെല്ല്, എനിക്കിവിടെ കുറച്ച് ജോലിയുണ്ട്. നീ എന്താ ഇങ്ങനെ പറയുന്ന? ഇതെല്ലാം കേട്ടിട്ടും നിനക്കെന്താ ഒരു മനസാക്ഷി ഇല്ലേ? ഇല്ല, ഒട്ടുമില്ല. അതുകൊണ്ടേ പൊന്നുമോ ചെല്ലാൻ നോക്ക്. എനിക്ക് ഇവിടെ കുറച്ച് പണിയുണ്ട്, അതാ. ഇല്ല, ഞാൻ പോവില്ല എങ്ങോട്ടും. എന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നവരെ ഞാൻ ഇവിടെ തന്നെ കിടക്കും. എടോ, താൻ എന്തായി കാണിക്കുന്നത്? താൻ എഴുന്നേറ്റേ. ഞാൻ സാറിനെ വിളിക്കും കേട്ടല്ലോ. മര്യാദയ്ക്ക് എഴുന്നേറ്റ് പോകാൻ നോക്കും ഇവിടുന്ന്. സാറിനെ എന്നല്ല, ആരെ വിളിച്ചാലും ഞാൻ ഇവിടുന്ന് എഴുന്നേക്കത്തില്ല. ഒരടി അനങ്ങത്തില്ല ഇവിടുന്ന്, എന്നോട് ഇഷ്ടമാണെന്ന് പറയാതെ. ഓ, ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ശല്യമാകട്ടെ. ശല്യമായാലും ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് പോകത്തില്ല. എന്നോട് പറയണം ഇഷ്ടമാണെന്ന്. ഇന്ന് രണ്ടിലൊന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഓ, ഇയാളെ കൊണ്ട് താൻ എഴുന്നേറ്റ് പൊക്കിയിടോ. ആരെങ്കിലും വന്ന് കണ്ടാൽ എന്താ വിചാരിക്കുക? താൻ മര്യാദയ്ക്ക് ഇവിടുന്ന് എഴുന്നേക്കാൻ നോക്ക്. അല്ല, ഞാൻ സാറിനെ വിളിക്കും ഇപ്പം. പിന്നെ തൻ്റെ ജോലിയും പോവും. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടല്ലോ. അതൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. ജോലിയെന്നല്ല, എൻ്റെ ജീവൻ പോയാൽ പോലും അത് വേണ്ട. എനിക്ക് നീയായിട്ട് ഒരുമിച്ച് ജീവിക്കാനുള്ള ജീവൻ പോകണ്ട. ജോലി പോയാലും ഞാൻ ഇവിടുന്ന് എഴുന്നേക്കാൻ പോണില്ല. നീ എന്നോട് ഇഷ്ടമാണെന്ന് പറയാതെ എന്തായാലും എന്ത് വന്നാലും ഞാൻ ഇവിടുന്ന് എഴുന്നേക്കില്ല. അതുകൊണ്ട് വേഗം പറയാൻ നോക്ക്. ഓ ശരി, എന്നെയും കെട്ടി മര്യാദയ്ക്ക് എൻ്റെ കൂടെ ഞാൻ പറയുന്നതുകൊണ്ട് ജീവിച്ചോണം കേട്ടല്ലോ. എന്നാൽ എനിക്ക് ഓക്കെയാണ്. എന്തു കേട്ടോന്ന്? ഞാൻ ഇവിടുന്ന് എഴുന്നേക്കില്ല.
എന്താ പറഞ്ഞേ? ഓക്കെ ആണെന്നോ? ഓക്കെയാണ്. ഓക്കെ ആണെന്നോ? എന്നെ പറ്റിക്കൊന്നുമല്ലല്ലോ? ഉറപ്പിന് വേണ്ടി ഒരു ഐ ലവ് യു പറയാമോ? ഐ ലവ് യു. കൊച്ചു കള്ളി, എന്നെ ഇപ്പോൾ ഇഷ്ടമായിരുന്നല്ലേ? വീടെന്നെ, ഐ ലവ് യു പറഞ്ഞല്ലോ, എന്നെ വീട്. അവിടെ നിൽക്കടി പൂച്ചക്കുഞ്ഞെ, എന്നെ നീ കുറേ വെള്ളം കുടിപ്പിച്ചേ. ഐ ലവ് യു. ജിയോൺ, ഇവർ രണ്ടുപേരും എപ്പോൾ ഒന്നായി? രണ്ടും ഞാൻ കാണുമ്പോൾ കീരിയും പാമ്പും ആയിരുന്നല്ലോ. ആ, അതാ ഞാനും ഇപ്പം നോക്കുന്നത്. ആ, പിന്നെ സംശയിക്കാനില്ല, നമ്മുടെ അലനല്ലേ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീഴ്ത്തി കാണും. പിന്നെ പൂച്ചക്കുഞ്ഞെ, അടുത്തത് നമ്മുടെ കണ്ടു പഠിച്ചോ. ഒന്ന് പോടാ, കുറച്ച് ആൾക്കാർ നോക്കുന്നെന്ന് വീടന്നെ. പിന്നെ ഞാൻ വിടില്ല, ഇതെൻ്റെ സ്വന്തം പോപ്പട്ടിയാണ്. അവർ തമ്മിൽ നല്ല ചേർച്ചയുണ്ടല്ലേ? അടിയും വഴക്കമായിട്ട് തീരുമോ? അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ കാര്യം പറയാം. ജിയോണേ, രാത്രി എന്താ പരിപാടി? ഓ, നിനക്ക് ഇതിൻ്റെ വിചാരം മാത്രമേ ഉള്ള. നീ ഇന്നെങ്കിലും ഒന്ന് എന്നെ വെറുതെ വിട്. അത് പറ്റില്ല, ഇന്നെന്തായാലും പറ്റില്ല. ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഞങ്ങളുടെ കല്യാണമൊക്കെ കണ്ട് ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഈ അലക്സിനെ നിങ്ങളൊന്ന് ഉപദേശിക്കണം കേട്ടോ. എന്നെ ഇട്ട് പെടാപ്പട് പെടുത്തുക. അപ്പോൾ ബൈ, ടാറ്റാ.